ഇന്നേ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ജനുവരി 26, അതായത് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ അന്ന് കേട്ടോ. ഒരു 10-10:30 വരെയൊക്കെയുള്ള തിരക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണേ. പക്ഷേ ആ ഒരു സമയം വരെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ്, രാവിലെയല്ല വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് കുറച്ച് കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ഒതുക്കി, പിന്നെ ഒരു ചെറിയ ക്ലീനിങ് പരിപാടിയൊക്കെ നടത്തിയിട്ട് ഒരു കട്ടൻ ഇട്ട് കുടിച്ചു കേട്ടോ. കട്ടൻ ഇട്ട് കുടിച്ചിട്ട് ഞാൻ ദേ ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. 6 മണിയായപ്പോൾ തന്നെ ഈ കുഞ്ഞു സുന്ദരി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയെ ഭാരത് മാതായിട്ട് ഒരുക്കണം. അപ്പോൾ തലേന്ന് തന്നെ ഇവളുടെ സാരി ഇവളുടെ മെഷർമെൻ്റ് എടുത്ത് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അവളുടെ അളവിൽ അവളുടെ സാരിയാക്കി ഞാൻ മാറ്റിയത് കേട്ടോ. പിന്നെ അവളുടെ മെഷർമെൻറ്റിൽ തന്നെ ഞാനത് ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് നന്നായിട്ട് ബോഡി ഹഗ്ഗിങ് ആയിട്ട് കൊടുക്കാവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് വലിയ പണിയില്ലാതെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് അവളെ അത് ഉടുപ്പിച്ച് എടുക്കാൻ പറ്റി. സാധാരണ ടാസ്ക് ഉള്ള പരിപാടിയാണ്, പക്ഷേ ഇത് എളുപ്പമായിരുന്നു കേട്ടോ. ദേ ഇതാണ് ആ ഒരു ലുക്ക്, സാരി ഉടുപ്പിച്ച ലുക്ക്. പിന്നെ ഒരു ചെറിയ മേക്കപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാരത് മാതായിട്ട് ഒരുക്കുമ്പോൾ കുറച്ച് മേക്കപ്പിൻ്റെയൊക്കെ ആവശ്യമുണ്ടല്ലോ. പിന്നെ ഒരു ഓർണമെൻറ്റ് സെറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് മാലയും പിന്നെ അവളുടെ ക്രൗണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു പൊട്ടൊക്കെ കുത്തി മൂക്കുത്തിയൊക്കെ വെച്ച് സുന്ദരിയാക്കിയതേ അവളെ അങ്ങ് വിടാമെന്ന് വെച്ചു. ഒരു 7:15-7:30 അവരെ ഞാൻ ഫ്രീ ആക്കിയിട്ടുണ്ടായിരുന്നേ. ഇനി എനിക്കുള്ള വേറെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഐതുമോൻ്റെ ഡ്രസ് കോഡ് എടുത്ത് വെച്ചു. അവനക്ക് അംഗനവാടിയിൽ ഇന്ന് ചെറിയൊരു ഫംഗ്ഷനുണ്ട്. അവനെ പെട്ടെന്ന് ഫുഡൊക്കെ ഒന്ന് കൊടുത്തു. പിന്നെ അവനെ റെഡിയാക്കി കേട്ടോ. റെഡിയാക്കിയിട്ട് ഞാനും ഒന്ന് പെട്ടെന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ അംഗനവാടിയിലേക്ക് പോകണേ. അംഗനവാടിയിലെത്തി അവിടെ കൊടിയുയർത്തലൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു. കുഞ്ഞു പിള്ളേരെ അടിപൊളിയായിട്ട് ഒരുക്കി സൂപ്പറായിട്ട് ഒരുക്കി വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. ചെറിയൊരു പായസവും പിന്നെ ലഡുവും ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വന്നിട്ട് വേറൊരു വഴി വരെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.